റിയൽമിയുടെ റിയൽമി 13 പ്രോ പ്ലസ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 33,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി 13 പ്രോ പ്ലസ് എന്നുള്ള സ്മാർട്ട് ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈൻ ഈ ഫോണിൽ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. പിന്നെ 2000 ഹെർട്സിന്റെ ഇൻസ്റ്റന്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്നുള്ള ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. 10 ബിറ്റ് ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 2160 ഹെർട്സിന്റെ PWM ടിമ്മിംഗ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2000 നിറ്റ്സ് ആണ്. ഗൊറില്ല ഗ്ലാസ് 7 പ്രൊട്ടക്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. 33,000 രൂപ പ്രൈസ് റേഞ്ചിനൊക്കെ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 185.5 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 8.41 mm ആണ്. IP65 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിന്റെ ഗ്ലാസ് ബാക്ക് ബോഡിയുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ വീഗൻ ലെതർ ബാക്ക് ബോഡിയുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിന്റെ എമറാൾഡ് ഗ്രീൻ അതുപോലെ തന്നെ മോഡൻ ഗോൾഡ് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫോണിന് സ്വിസ് SGS 5 സ്റ്റാർ ഡ്രോപ്പ് റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പം അത്ര പെട്ടെന്ന് നിലത്ത് വീണാൽ ഈ ഫോൺ പൊട്ടിക്കൊള്ളണം എന്നില്ല. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7s Gen 2 എന്ന പ്രോസസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 33,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു പ്രോസസറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ സ്നാപ്ഡ്രാഗൺ 8s Gen 3 അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 7+ Gen 3 ഇതുപോലുള്ള പ്രോസസറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അത് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസറാണ്. അപ്പം ഇത് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ അല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസർ മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. അത്ര മികച്ച പ്രോസസർ അല്ല. നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കുന്നത് പെർഫോമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ നോക്കാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് റിയൽമിയുടെ തന്നെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ റിയൽമി GT60 ഒക്കെ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന പ്രോസസറൊക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ മെയിൻ ആയിട്ട് പെർഫോമൻസ് ഗെയിമിംഗ് ഇതൊക്കെയാണ് നോക്കുന്നുണ്ടെങ്കിൽ അതുപോലുള്ള ഫോണുകളൊക്കെ നോക്കാവുന്നതാണ്. ഇത് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ അല്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസറാണ് ഇത് എന്ന് പറയാവുന്നതാണ്. പിന്നെ 5G സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 9ഓളം 5G ബാൻഡ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റിൽ തന്നെ 8GB റാമും 256GB ഇന്റേണലും വരുന്നുണ്ട്. 12GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും അതുപോലെ തന്നെ 12GB റാമും 512GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xന്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. ഡൈനാമിക് റാം എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 12GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഫോൺ വെട്ടം നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് 9 ലെയർ കൂളിംഗ് സിസ്റ്റം ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. റെയിൻ വാട്ടർ സ്മാർട്ട് ടച്ച് എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് ഫോണിന്റെ മുകളിൽ വെള്ളമായാലും വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ നമുക്ക് ടച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. എയർ ജസ്റ്റേഴ്സ് എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് നമുക്ക് ഫോണിന്റെ സ്ക്രീനിൽ ടച്ച് ചെയ്യാതെ ചില ജസ്റ്റേഴ്സ് ഒക്കെ കാണിച്ചിട്ട് പല ആക്ഷൻസും നടത്തിയെടുക്കാവുന്നതാണ്. പിന്നെ നല്ല വൈബ്രേഷൻ എഫക്റ്റിന് വേണ്ടിയിട്ട് X-ആക്സിസ് ലീനിയർ മോട്ടർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഹൈ റെസൊല്യൂഷനുള്ള സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. 2 കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിന്റെ f1.88 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സോണി LYT701ന്റെ സെൻസറാണ്. ഈ ഒരു സെൻസറുമായിട്ട് വരുന്ന ആദ്യത്തെ ഫോണാണ് ഈ ഒരു ഫോൺ. ഇതിൽ OSന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. സെൻസർ സൈസ് വരുന്നത് 1/1.56 ഇഞ്ചാണ്. പിന്നെ രണ്ടാമത് 8 മെഗാ പിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇത് കൂടാതെ 50 മെഗാ പിക്സലിന്റെ f2.65 അപ്പേഴ്സിൽ വരുന്ന സോണി LYT600ന്റെ ഒരു പെരിസ്കോപ്പ് ലെൻസും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ പെരിസ്കോപ്പ് ലെൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിന്റെ f2.45 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ ക്യാമറ പെർഫോമൻസ് ഒക്കെ ഒന്നും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഹൈപ്പർ ഇമേജ് പ്ലസ് എന്നുള്ള ഒരു ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറെ ഫീച്ചേഴ്സും വരുന്നുണ്ട് ക്യാമറയുടെ കാര്യത്തിലൊക്കെ തന്നെ. അപ്പം ഈ ഒരു ഫോണിന്റെ ഫോക്കസ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ ക്യാമറ ആയിരിക്കും. ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ തന്നെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5200 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്.
80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. നല്ലൊരു ചാർജിംഗ് സ്പീഡാണ്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിന്റെ ബോക്സിൽ തന്നെ ചാർജറും വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8 GB റാം 256 GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 32,999 രൂപയാണ്. 12 GB റാം 256 GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 34,999 രൂപയാണ്. അതുപോലെ തന്നെ 12 GB റാം 512 GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 36,999 രൂപയാണ്. ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. SBIയുടെ, HDFCയുടെ, അതുപോലെ തന്നെ ICICIയുടെ ഒക്കെ കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഓഗസ്റ്റ് 6 മുതലാണ് ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറെ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണാണ് എന്ന് പറയാവുന്നതാണ്. മികച്ച ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്. പിന്നെ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും തരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. പെർഫോമൻസ് ഫോക്കസ്ഡ് ഫോണല്ല. അപ്പം നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണൊക്കെയാണ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാവുന്നതാണ്. അല്ല, പെർഫോമൻസ് ഫോക്കസ്ഡ് ഫോണാണ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റിയൽമിയുടെ തന്നെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ റിയൽമി GT60 എന്നുള്ള സ്മാർട്ട് ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പോക്കോ F6 പോലുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. പെർഫോമൻസ് ഓറിയന്റഡ് ഫോണാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ. അപ്പം ഇതൊരു ക്യാമറ ഫോക്കസ്ഡ് ഫോണാണ് എന്ന് പറയാവുന്നതാണ്. എന്തായാലും റിയൽമിയുടെ 13 Pro Plus എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.